അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്ന ദോശ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ രാവിലെ ചുട്ടെടുത്തിട്ട് ബാക്കി വന്ന ദോശയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 4 ദോശയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ദോശയാണുള്ളത് അത്രയും ദോശ എടുക്കാം. അപ്പോൾ 4 ദോശയാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. ഇനി ഈ ദോശ ചെറിയ ചെറിയ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ക്യൂബ്സ് ആയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ദോശയാണ്. കട്ട് ചെയ്തിട്ട് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുത്ത ദോശ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 2-3 ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇത് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ചെയ്തിട്ടെടുക്കാം, പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടില്ല. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക, എന്നാൽ മാത്രമേ നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ച ദോശയും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സമയം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെക്കുക. ഇനി ബാക്കി വന്ന എണ്ണയിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് ഒക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അരിപ്പയിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കോരി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ല നേരിട്ട് എണ്ണയിലിട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോരി എടുക്കേണ്ട ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത നിലക്കടല ആയതുകൊണ്ട് ഒരു 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നിലക്കടല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടലയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 30 സെക്കൻഡ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതും നേരിട്ട് എണ്ണയിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാം, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അരിപ്പയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോരി എടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടുകടലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ പൊട്ടുകടലയും ഫ്രൈ ചെയ്തെടുത്തു. അതേ എണ്ണയിൽ വീണ്ടും നമ്മൾ അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലികൾ ചവച്ചിട്ട് ഇട്ട് കൊടുക്കുക. മേൽഭാഗത്തുള്ള തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടില്ലേ, വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയും കറിവേപ്പിലയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും 3-4 വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഫ്രൈ ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ വറ്റൽമുളകൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളി അല്ലികളും കറിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. 2 കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ദോശ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആണെന്നുള്ളത്. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ദോശ ഫ്രൈ ചെയ്തെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത നിലക്കടല ഇടാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളി അല്ലികളും കറിവേപ്പിലയും ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ദോശമാവിലൊക്കെ ഉപ്പ് ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 നുള്ളോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. നിങ്ങൾക്ക് ഇതിലേക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി വന്ന ഏത് പലഹാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചോറായിക്കോട്ടെ ഒന്നും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോ രാവിലെ ഞാൻ തയ്യാറാക്കി എടുത്ത ദോശയല്ലേ, വൈകിട്ടാകുമ്പോൾ അത് വേസ്റ്റ് ആയി പോവാണ് പതിവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായി, വൈകിട്ട് ചായപ്പലഹാരമായി. അപ്പൊ എന്ത് ഈസിയാണ്, നമുക്ക് ഒരു ആഹാരവും നമുക്ക് വേസ്റ്റ് ആയി പോവാതെ നമുക്ക് ഇതുപോലെ വളരെ രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പലഹാരവും വേസ്റ്റ് ആയി പോകില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ എരിവും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് ഒരു മിക്സറിന്റെ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിൽ തയ്യാറാക്കി കൊടുക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പൊ നമ്മൾ രാവിലത്തെ ദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ദോശ മാത്രമല്ല, ഏത് പലഹാരം ബാക്കി വന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്